സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ ഫാമിലോട്ടാണ്. അന്നേരം ഫാമിൽ ചെന്നിട്ട് ആ ഫാമിലെ വിശേഷങ്ങളും ഒക്കെ പാടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫാമിലോട്ടുള്ള എൻട്രിയാണ്. ഇവിടെ മരുന്നൊക്കെ അടിച്ചിട്ടാണ്, കെമിക്കലിനുള്ള വൈറസിനുള്ള മരുന്നൊക്കെ അടിച്ചിട്ടാണ് ഫാമിൻ്റെ അകത്തോട്ട് കയറുക. ചിക്കൻ ഫാമിലെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സുഹൃത്തുക്കളെ ഫാം, ചിക്കൻ ഫാം. ഏകദേശം 25,000 അധികം, 30,000 25,000 അകത്ത് കാണും ഒരു ഫാമില് ചിക്കൻ. ഒരു ഫാമിനകത്ത്, അതായത് ഈ കാണുന്ന ഒരു ഫാമിനകത്ത് 30,000 25,000 അകത്ത് കോഴി കാണും. ലോഡ് കയറ്റാൻ വന്ന വണ്ടിയാണ്. നമ്മൾ വണ്ടിയിൽ ലോഡ് കയറ്റാൻ പോകുന്ന കാഴ്ചയാണ്. ഈ വണ്ടിയിൽ ഏകദേശം 9,600 കോഴിയോളമാണ് കയറ്റുക. അതിവിശാലമായ സ്ഥലങ്ങളാണ്, അതിവിശാലമായിട്ട് കിടക്കുകയാണ്. ഹിൽസ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തി, ഫാമിനുള്ള സ്ഥലം കണ്ടെത്തി ഫാം സെറ്റാക്കുക. ഫാമിന്റെ നീളം തന്നെ കണ്ടോ, എന്ത് നീളം ഉണ്ടെന്ന് നോക്ക്. അതിനെ കോഴി പിടിക്കുന്നത് ലേബർമാർ പിടിച്ച് അതിനകത്ത് ഇടും. അതൊക്കെ വിശദവിവരമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കാം. ഈ ഫോർ ക്ലിപ്പിലാണ് കയറ്റുക. ഞങ്ങൾ ലോഡ് കയറ്റാൻ 2 വണ്ടി ഫാമിൽ വെച്ചേക്കുന്ന രംഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ നീളം തന്നെ കണ്ടോ. ഒരു വണ്ടി ലോഡ് കയറ്റാൻ ഏകദേശം 10 മിനിറ്റ് മതി. 9,600 കോഴി കയറ്റാൻ 10 മിനിറ്റ് മതി. കണ്ട ഈ ഹൈഡ്രോളിക് ഇങ്ങനെ പൊക്കി വെച്ചേക്കാം. അന്നേരം ഫോർ ക്ലിപ്പ് വന്ന് ഓരോരോ ബോക്സ് ആയിട്ട് താത്ത് വെക്കും. ആ ഫോർക്ക് അത് പൊക്കി വെച്ചേക്കുന്നുണ്ട്. ഹൈഡ്രോളിക് അങ്ങനെ പൊക്കി വെച്ചേക്കാൻ വേണ്ടി കത്തുന്നത്. അന്നേരം ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് അത് അതുപോലെ താക്കും. ഫ്രണ്ടിൽ കാണുന്ന വണ്ടിയിൽ കണ്ടോ, ഈ വണ്ടിയിൽ അത് നമ്മൾ താത്ത് വെച്ചേക്കുന്ന രംഗമാണ് ഇപ്പം കാണുന്നത്. അതായത് ഹൈഡ്രോളിക് താത്തി വെച്ചേക്കുക. അത് ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ താക്കും. അന്നേരത്തേക്ക് കയർ കെട്ടാനും വേണ്ട, റോപ്പൊന്നും കെട്ടാൻ വേണ്ട, എടുത്തും വേണ്ട, അങ്ങനെ അങ്ങ് പിടിച്ചിരുന്നോളും. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് വണ്ടിയുടെ ചെറിയൊരു വിശേഷങ്ങളുമായിട്ട് വിശദമായിട്ട് വണ്ടി അടുത്ത് തന്നെ എല്ലാം കാണിച്ച് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സുഹൃത്തുക്കളെ,
ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ജോലി, അതായത് ഞങ്ങൾ ജോലി ചെയ്യുന്ന വണ്ടിയുടെ ഒരു ചെറിയ വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവച്ചാലോ? എന്നാൽ പോകാം നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ ഇസ്മയിൽ ഭായിയും നമ്മുടെ അബൂബക്കർ ഭായി അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭായി എന്താ പാട്, സുഖമാണോ? ഇത് നമ്മുടെ ഇസ്മയിൽ ഭായി ഓടുന്ന വണ്ടിയാണ്. ഇപ്പം ഞങ്ങൾ കോഴി ഫാമിൽ കോഴി കയറ്റാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലാണ് കിടക്കുന്നത്. അബൂബക്കർ ഭായ് എന്താ പാട്? ഞാൻ അബൂബക്കർ ഭായ് എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് ഓമനപ്പേരുണ്ട്, ആൻ്റെ പേരെന്നാണ് അറിയപ്പെടുന്നത്. സുഖമാണോ? എന്താ ഭക്ഷണം കഴിച്ചോ? പിന്നെ എന്തുണ്ട് വിശേഷം? വീട്ടിലെ സുഖമായിട്ടിരിക്കണോ? അന്ന് ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ്. അന്നേരം വണ്ടിയുടെ വിശേഷങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഇത് നമ്മുടെ അബൂബക്കർ ഭായിയുടെ വണ്ടിയാണ്. അങ്ങനെ അടുത്ത് എൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളും ആയിട്ട് പോകാൻ വെക്കും കൊണ്ടു. ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ വണ്ടി, നമ്മുടെ വാഹനമാണിത്. നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിച്ചല്ലോ ഇവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അന്നേരം ഇതൊക്കെ നീളം കണ്ടിട്ടൊന്നും ഞെട്ടരുത്. ഇപ്പം ഞങ്ങൾ കോഴി ഫാമിലാണ് നിൽക്കുന്നത്, കോഴി ഫാമിൽ. അന്നേരം ഓരോ വണ്ടി ടേൺ അനുസരിച്ചാണ് കോഴി കയറ്റിക്കൊണ്ടിരിക്കുക. ഇസ്മായിൽ ഭായ്, നമ്മുടെ വണ്ടിയിൽ ഏകദേശം എത്ര കോഴിയാണ് കയറ്റുക? 9600 കോഴി. അന്നേരം നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിങ്ങനെ അടച്ചിരിക്കുന്നവർ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്കാമോ? അങ്ങനെ ഇസ്മായിൽ ഭായി ഈ ഹൈഡ്രോളിക് പൊക്കുന്ന രംഗം നമ്മൾ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെയാണ് ഹൈഡ്രോളിക്കിന്റെ മെഷീൻ കിടക്കുന്നത്, മോട്ടർ കിടക്കുന്നത്. അതെ, ഓക്കെ. ഈ ടാങ്ക് ഓയിൽ ഒഴിക്കുന്ന ടാങ്കാണിത്. ഇതാണ് ഇത് ഈ ഹൈഡ്രോളിക്കിന്റെ ഓയിൽ ഒഴിക്കുന്ന ടാങ്കാണിത്. ഓക്കെ ഓക്കെ. അന്നേരം ഇതിന്റെ അകത്താണ് മോട്ടർ വരുന്നത്. ഇത് ഹൈഡ്രോളിക്കിന്റെ ടാങ്കാണ്, ഓയിൽ ടാങ്ക്. ഇത് മോട്ടറാണ്. ഓക്കെ. ഇത് പ്രസ് ചെയ്ത് അങ്ങോട്ട് തള്ളുമ്പോൾ മുൻപോട്ട് തള്ളുമ്പോൾ ഇത് ഒന്ന് കണക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ അബൂബക്കർ ഭായി അതിന്റെ കണക്ഷൻ കൊടുക്കുന്ന നമ്മുടെ ഇസ്മായിൽ ഭായി അതിന്റെ പ്രവർത്തന രീതികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരിക്കും. ഇസ്മായിൽ ഭായി ഹൈഡ്രോളിക് പൊങ്ങുന്ന ഒന്ന് കാണിച്ചേ. ഓയിൽ ടാങ്ക് ആണല്ലോ. അതെ, ഓയിൽ ടാങ്ക് ആണ്. അതെ, ഇതാണ് മോട്ടർ വരുന്നത്. ഓക്കെ. ഇവിടെ ചെറിയ ലിവർ ഉണ്ടാവും. അതെ, ഈ ലിവർ മുൻപോട്ട് തള്ളുമ്പോഴാണ് ഇവിടെ പൊങ്ങുക. അന്നേരം കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഇസ്മായിൽ ഭായി ആ ലിവർ ഇതാക്കിയപ്പം അത് ഹൈഡ്രോളിക് പൊങ്ങുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. സുഹൃത്തുക്കളെ കണ്ടല്ലോ, അതായത് അതെ വന്നിട്ട് ഇത് ഓരോ ബോക്സ് പുറത്തേക്ക് എടുക്കുകയും അതെ ഇത് മൊത്തം ഫില്ലായതിനു ശേഷം ലോഡ് മൊത്തം ഫില്ലായാൽ നമ്മൾ നേരെ ഈ ലിവർ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് താഴോട്ടേക്ക് വേണ്ടി കേട്ടോ. ആദ്യം ലിവർ അങ്ങോട്ടാക്കിയപ്പോഴത്തേക്ക് ടിപ്പ് മൊത്തം പൊങ്ങി, പിന്നെ ആണ്ട് ലിവർ താത്തപ്പോഴത്തേക്ക് ഇങ്ങനെ. ഇതാണ് ഇതിന്റെ അടയുന്ന ഭാഗവും പൊക്കുന്ന ഭാഗവും. ഓക്കെ, അന്നേരം ഇത്രേ ഉള്ളു കാര്യങ്ങൾ. അന്നേരം ഇത് ബോക്സും അടയ്ക്കുക. അന്നേരം സുഹൃത്തുക്കളെ മനസ്സിലായല്ലോ. അന്നേരം ഒരുപാട് ഡ്രൈവറുടെ ജോലി ഇതാണ്. നമ്മൾ അധ്വാനം ഒന്ന് വണ്ടി ഇരുന്ന് ഓട്ടുക, പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക, അവിടെ എത്തിയിട്ട് ലോഡ് കയറ്റാൻ വേണ്ടി പോരാൻ പിന്നെ ഹൈഡ്രോളിക് പൊക്കി കൊടുക്കുക, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇസ്മായിൽ ഭായ് എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിലെ താരവും കൂടെ കേട്ടോ ഞാൻ. അന്നേരം സുഹൃത്തുക്കളെ, ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കോഴി കയറ്റുന്നതും എങ്ങനെയാണ് കോഴി ഈ ബോക്സിനകത്ത് വണ്ടിക്കകത്ത് കോഴി ലോഡ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അന്നേരം
അന്നേരം ഓക്കെ സുഹൃത്തുക്കളെ, അന്നേരം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഗണേഷ്.